എത്ര കഴിച്ചാലും കൊതി തീരാതെ വീണ്ടും വീണ്ടും വാങ്ങി കഴിക്കാൻ തോന്നുന്ന അത്ര ടേസ്റ്റുള്ള പാൽ കൊഴുക്കട്ടയുടെ റെസിപ്പി ആട്ടോ ഇന്നത്തേത്. ഏറ്റവും സിമ്പിൾ ആയിട്ടും ഹെൽത്തി ആയിട്ടും എങ്ങനെയാണ് നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പൊ അതിനായിട്ട് ആദ്യം തന്നെ മാവൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിനകത്തേക്ക് 250 ml കപ്പിന് 1 കപ്പ് അരിപ്പൊടിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ചെറിയൊരു പിടി തേങ്ങ ചെറിയതും അതേപോലെ തന്നെ കുറച്ച് നെയ്യും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളച്ച വെള്ളം കുറച്ചായിട്ട് ഒഴിച്ച് ഇതേപോലെ ഇങ്ങോട്ട് കുഴച്ചെടുക്കാം കേട്ടോ. സാധാരണ നമ്മൾ പത്തിരിക്കും അതേപോലെ തന്നെ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴക്കില്ലേ, അതേപോലെ തന്നെ ഇങ്ങോട്ട് കുഴച്ചെടുത്താൽ മതി. കണ്ടതാ ഇതേപോലെ. ഇനിയിപ്പോ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് കുട്ടി ബോൾസ് ആയിട്ട് നമ്മൾ ഇങ്ങോട്ട് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് വലിപ്പമുള്ള ബോൾസ് ഒന്നും വേണ്ട, ഇതേപോലെ കുട്ടി ബോൾസ് ആയിട്ട് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് അരിപ്പൊടിയും കൂടി ഒന്നങ്ങോട്ട് വിതറി കൊടുക്കുന്നുണ്ട്. കൂടുതലൊന്നും വേണ്ട, ഒരു ടീസ്പൂൺ അത്ര മാത്രം മതിയാവും. അപ്പൊ ഇനിയിപ്പോ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒന്നെങ്കിൽ തേങ്ങാപ്പാലോ ഇല്ലാന്നുണ്ടെങ്കിൽ പശുവും പാലോ ഉപയോഗിക്കാവേ. ഞാനിവിടെ തേങ്ങാപ്പാലാട്ടോ എടുത്തിരിക്കുന്നത്. തേങ്ങയുടെ 2 പാല് 2 കപ്പ് ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കൊഴുക്കട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോ ശരിക്കും ഒന്നിങ്ങോട്ട് തിളച്ച് വരുമ്പോൾ മധുരത്തിനായിട്ട് പഞ്ചസാരയും ടേസ്റ്റിന് വേണ്ടി ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കൊഴുക്കട്ടയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം ഒരു 1/4 കപ്പ് തേങ്ങയുടെ 1 പാലും കൂടി ചേർത്ത് നല്ലോണം ചൂടായിട്ട് വരുമ്പോൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്ര സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന അടിപൊളി റെസിപ്പിയാണ്. നല്ലോണം തണുത്ത് കഴിയുമ്പോൾ ഇതേപോലെ കുറുകി ശരിക്കും സെറ്റായിട്ട് വന്നോളൂ കേട്ടോ. എല്ലാവരും മിസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കി അടിപൊളിയായിട്ടിരുന്ന് കഴിക്കാം കേട്ടോ.